ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടെ ഒരു തീരുമാനം എടുത്തു. അത് താനായിട്ട് ഇനി ചോദ്യം ചെയ്യണ്ട. ഇതൊന്നും ഞാനായിട്ട് ചോദ്യം ചെയ്യുന്നതൊന്നുമല്ല. ഞാനായിട്ട് കൈകൂപ്പി അപേക്ഷിക്കാം. ഒരവസരം കൂടി അവർക്ക് കൊടുക്കൂ, എനിക്ക് വേണ്ടിട്ട്. എടുത്തുചാട്ടം കൂടുതലാണെന്നോ? നീ തന്നെ എന്നെ തള്ളി പറയണോടി. ഞാനിതൊക്കെ ചെയ്തു കൂട്ടിയത് എനിക്കൊരു നേട്ടം ഉണ്ടാക്കാനല്ല. നീ കരഞ്ഞ് കാല് പിടിച്ചിട്ടല്ലേ? നിനക്ക് നവീനെ സ്വന്താക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ? ഓ, ഇനി ഇവിടെ കിടന്ന് ബഹളം വയ്ക്കണ്ട. അകത്ത് വെച്ച് രണ്ടെണ്ണത്തിന് നല്ലോണം കിട്ടിയില്ലേ? ഇനി അവരെല്ലാം കൂടെ പുറത്തിറങ്ങിയാലേ ഇവിടെ മൊത്തം വോട്ട് ചെയ്ത് അടിക്കും. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുത്ത് കിടക്കാമായിരുന്നു. കയ്യില് കാശില്ലെങ്കിലേ നടന്ന് തിണ്ടിക്കോ. ഭാര്യ വീട്ടില് പരമസുഖം എന്ന് പറഞ്ഞ് കഴിഞ്ഞാ പോരാ, എന്തെങ്കിലും സമ്പാദിച്ച് വെക്കണമായിരുന്നു. ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവസാനം എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. അച്ഛ, ഇരുട്ട് കാണുമ്പോ പേടിയാവുന്നുണ്ട് എനിക്ക്. ആണോ? വാവിട്ടങ്ങ് നിലവിളിച്ചോ. ഇപ്പൊ ഒരു രക്ഷിക്കാനുള്ള ആൾക്കാര്. അമ്മേ, ദൈവം വാതില് തുറന്നു. ആ, എന്താ പറയാ, ഏട്ടനും അമ്മയ്ക്കും എന്നെ ഇവിടുന്ന് അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും തിരിച്ചു വിളിക്കാൻ തന്നെയായിരിക്കും. അത് തന്നെ ആയിരിക്കും. ആ, പക്ഷെ ഉദയേട്ടാ, ഒറ്റ വിളിക്ക് തന്നെ തിരിച്ചു ചെന്ന് കളയരുത്. കുറച്ച് ബലമൊക്കെ പിടിക്കാം. ആ, നമ്മളെ വിഷമിപ്പിച്ചതിന് അവരും ഒന്ന് വിഷമിക്കട്ടെ. അയ്യോ, ഇനി സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന്റെ പേരില് തിരിച്ചു വരാൻ നോക്കണ്ട. എടുത്തോണ്ട് പോക്കോ. ഈ തറവാടിന്റെ ഉമ്മറത്തേക്ക് ഇനി വന്നു പോകരുത്. ഞാൻ ഗാഥയുടെ വേഷം അഭിനയിക്കാൻ വന്നവളാണ്. ഞാൻ കാരണം ആർക്കും ഒരു ദോഷം ഉണ്ടായിക്കൂടാ. മുജ്ജന്മത്തിൽ ഞാൻ എന്തോ പാതകം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിർമ്മലയെ പോലെ ഒരുത്തി എന്റെ വയറ്റിൽ വന്ന് ജനിക്കില്ലായിരുന്നു. കുഞ്ഞുനാളിലെ വഴക്കാളിയായിരുന്നു. അപ്പോഴൊക്കെ ശാസിച്ചു. വലുതായി തുടങ്ങിയപ്പോ എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും അനാവശ്യമായി ആർത്തി കാണിച്ചു. പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു, ശാസിച്ചു, ശിക്ഷിച്ചു. പക്ഷെ ഒരു മാറ്റവും ഇല്ല. എങ്ങനെ മാറാനാമേ? കൂടെ വന്നവൻ അതിനേക്കാളും കുഴപ്പം പിടിച്ചവനല്ലേ. കൊള്ളക്കാരുടെ ചിന്തയാ. ഭാര്യയ്ക്കും ഭർത്താവിനും മകൾക്കും. പിന്നെ എന്ത് ചെയ്യും? നന്ദേട്ടാ, പലതും കണ്ടിട്ടും ഞാൻ നിങ്ങളോടൊക്കെ പറയാതിരുന്നതാ. കാരണം നിർമ്മലയ്ക്ക് ഇവിടെയുള്ള അവകാശം അതെന്താണെന്ന് എനിക്കറിയാം. ഞാൻ കാരണം അതിനൊരു കോട്ടം തട്ടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഗാഥമോളെ അനാവശ്യമായി സംശയിക്കുക, അവളെ കൊല്ലാൻ നോക്കാന്നൊക്കെ പറഞ്ഞ എന്തായാലും ഈ 41 ദിവസത്തെ പൂജ കഴിയുന്നതുവരെയെങ്കിലും അവർ തറവാടിന് പുറത്തു നിൽക്കട്ടെ. അത് കഴിഞ്ഞ തിരിച്ചു കയറുമെന്നാണോ? ഇനി ഈ ജന്മത്തിൽ സുമിത്രേ അത് പ്രതീക്ഷിക്കണ്ട. മുത്തശ്ശി, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഞാൻ ഈ തറവാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഈ തറവാട്ടിൽ എല്ലാവരും ഒരേപോലെ പെരുമാറണമെന്നാ. എല്ലാവരും സ്നേഹത്തോടെ എന്റെ ചുറ്റിനും ഉണ്ടാവണമെന്നാ. അതിനെന്താ, ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും മോളുടെ ചുറ്റിനും ഇല്ലേ? മോളെ സ്നേഹിക്കുന്നില്ലേ? ഉണ്ട് മുത്തശ്ശി. പക്ഷേ അമ്മയും കീർത്തിക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നത് ഞാൻ കാരണമല്ലേ? അതെങ്ങനെയാ മോളെ നീ കാരണാവുന്നേ?
കാലങ്ങളായി വലിയ വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ അവര്. ഇന്ന് അവർക്ക് അതിന് ശിക്ഷ കൊടുത്തു. അതിൽ മോൾക്കെന്താ പങ്ക്? മോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. ചിലപ്പോ ചിലതൊക്കെ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അയ്യോ അങ്ങനെ പറയല്ലമ്മേ. അവരെവിടെ പോവാനാ? ഇവിടെയല്ലാതെ അവർക്ക് വേറെ എവിടെ സ്ഥാനമുള്ളത്? ഗാതമോളെ, വെറുതെ ആവശ്യമില്ലാതെ അവർക്ക് വേണ്ടി സംസാരിക്കരുത്. വേണം മുത്തശ്ശി. അമ്മായി അമ്മാവനും കീർത്തിയൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി അവരെ തെരുവിൽ നിർത്താൻ പാടുണ്ടോ? ഏതെങ്കിലും ഒരു നാട്ടില് പകൽ വെട്ടത്തിൽ അവരിയ്ക്കുന്നത് കണ്ട അതിന്റെ നാണക്കേട് ആർക്കാ? മുത്തശ്ശിക്കല്ലേ? അച്ഛനല്ലേ? അമ്മയ്ക്കല്ലേ? ആളുകൾ ഓരോന്ന് ചോദിക്കുമ്പോഴേ തല താഴ്ത്തി നിൽക്കാനല്ലേ എല്ലാവർക്കും പറ്റൂ? ഞാൻ ഇതുവരെ നിങ്ങളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇന്നിപ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. അവരെ തിരിച്ചു വിളിക്കണം. എന്തിന്? ഇത്രയ്ക്ക് പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടും മതിയേലേക്കാതെ തനിക്ക് തിരിച്ചു വിളിച്ച് കൂടെ നിർത്താനായിട്ട് എന്ത് യോഗ്യത അവർക്കുള്ളത്? നവീൻ, യോഗ്യതയും യോഗ്യതക്കുറവും ഒക്കെ അവിടെ നിൽക്കട്ടെ. കീർത്തി എന്നെപ്പോലൊരു പെൺകുട്ടിയല്ലേ? അവളെയും കൊണ്ട് ഈ പാതിരാത്രിയില് ആ അച്ഛനും അമ്മയും എവിടെ പോവും? കീർത്തി അത്ര അഹമ്മതി പിടിച്ച പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമ്മായി പറയുന്നതൊക്കെ അവള് കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. അല്ലാതെ അവളുടെ ഉള്ളില് അമ്മായിയുടെ അത്ര പകയൊന്നുമില്ല. എടോ, അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടെ ഒരു തീരുമാനം എടുത്തു. അത് താനായിട്ട് ഇനി ചോദ്യം ചെയ്യണ്ട. ഇതൊന്നും ഞാനായിട്ട് ചോദ്യം ചെയ്യുന്നതൊന്നുമല്ല. ഞാനായിട്ട് കൈകൂപ്പി അപേക്ഷിക്കാം. ഒരവസരം കൂടി അവർക്ക് കൊടുക്കൂ, എനിക്ക് വേണ്ടിയിട്ട്. എന്താ നന്ദ വേണ്ടത്? അച്ഛാ, അച്ഛന്റെ സ്വന്തം പെങ്ങളല്ലേ? മനസ്സ് തിരുത്തി അവരകത്തേക്ക് കയറിയാലോ? അതെ അമ്മേ, ഒന്ന് സമ്മതിക്കമ്മേ. നവീൻ, ഗാതമോൾ ഇവിടെ വന്ന ശേഷം ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഈ കുടുംബത്തിന് വേണ്ടി വ്രതമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടി ആ വ്രതത്തിനിടയിൽ ആവശ്യപ്പെട്ടൊരു കാര്യം. അങ്ങനെയാ ഞാനിതിനെ കാണുന്നേ. ആരാന്ന് വെച്ചാല് പോയി അവരെ വിളിച്ചോണ്ട് പോവാ.